എല്ലാ സഭകളിലും അതുപോലെ അവിടെയുള്ള ദേവദാസന്മാരുടെ ശുശ്രൂഷകളും കൈത്താങ്ങലുകളും പ്രോത്സാഹനവും ഒക്കെ അനുഭവിക്കുവാൻ ദൈവം അവസരം നൽകി. ഈ കുടുംബവുമായിട്ട് ഏതാണ്ട് 26 വർഷങ്ങൾക്ക് മുൻപുള്ള പരിചയം. അങ്ങനെ ഈ കുടുംബത്തിൽ, ഈ അങ്കണത്തിൽ ഇപ്രകാരം ഈ പുൽപ്പിറ്റ് നിൽക്കുന്നതിൽ ഞാൻ കർത്താവിന് സകല മഹത്വവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, പ്രിയ സിബിച്ചൻ പാസ്റ്റർ എന്ന് ഞങ്ങൾ വിളിക്കും, KS എബ്രഹാം. താൻ ഞങ്ങളുടെ ചർച്ചിൻ്റെ ശുശ്രൂഷകരാണ്. താനുമായിട്ടുള്ള ബന്ധം ഞാൻ ഓർപ്പിച്ചതുപോലെ 26 വർഷങ്ങൾക്ക് മുമ്പുള്ള ബന്ധമാണ്. അന്ന് തൊട്ട് ഇന്നും ആ ബന്ധം തുടരാൻ കർത്താവ് കൃപ ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഞങ്ങളുടെ ചർച്ചിന് ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് തൻ്റെ ഭൃത്തിനെ കുടുംബമായി സഹായിക്കുന്നു. അവരെ ഓർത്തും ഞാൻ ദൈവത്തിന്മാർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ സാജൻ പാസ്റ്റർ ഈ സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകനായി കഴിഞ്ഞ നാളുകളിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്യുന്നു. ഇന്ന് ഈ പ്രാർത്ഥിച്ചു തുടങ്ങിയ നിമിഷം മുതൽ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, വളരെ അടുക്കും ചിട്ടയോടെ ഈ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം. അവരോട് ചേർന്ന് ദൈവത്തിന് മഹത്വം കരയറ്റാൻ കൃപ ചെയ്യുന്നതിനാൽ സ്തോത്രം. അപ്പോൾ തന്നെ ഞാൻ പിതൃതുല്യം സ്നേഹിക്കുന്ന ഈ സെൻട്രൽ മിനിസ്റ്റർ MA കുര്യംബാസിനെ സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ വാത്സല്യപ്രിയ ദൈവത്തിന് തികഞ്ഞ ആദരവോടെ ഞാൻ വന്ദനം ചെയ്യുന്നു. അതുപോലെ ഈ സെൻട്രലിലെ സീനിയർ ശുശ്രൂഷകന്മാർ, അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ബേബിച്ച പാസ്റ്റർ, പ്രിയ തോമസ് എബ്രഹാം പാസ്റ്റർ, പ്രിയ ജോയലിൻ്റെ ചർച്ചിൻ്റെ പാസ്റ്ററായി കടന്നു വന്ന പ്രിയ മോനി തോമസ് പാസ്റ്റർ, പ്രിയ സൈമൺ പാസ്റ്റർ, അലൻ പാസ്റ്റർ, ഈ പുൽപ്പിറ്റിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർ, അതുപോലെ തന്നെ സദസ്സിലും എനിക്ക് പരിചയമുള്ളവരും പരിചയമില്ലാത്തവരുമായ ദൈവദാസന്മാരെ ഞാൻ കാണുന്നു. നിങ്ങളെല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. വിശേഷാൽ പ്രിയ ഹിമ, ജോയൽ, അവരെ ഓർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ സന്തോഷം. നിങ്ങളുടെ ചിരിച്ച മുഖം സന്തോഷത്തോടെ ഇന്ന് രാത്രി നിങ്ങളും ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ ഞാൻ വന്ദനം ചെയ്യട്ടെ. വളരെ പരിമിതമായ സമയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ നൽകിയ ഒരു തിരുവചന സന്ദേശം നിങ്ങളുമായി പങ്കുവച്ച് വളരെ വേഗത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 1-2 കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിലും അത് തെറ്റാണ്. പ്രിയ ജെസി ആൻറ്റിയുടെ പാരൻസ്, പ്രിയ പാസ്റ്റർ ആൻറ്റി, അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ആ കുടുംബവുമായിട്ട് ദീർഘവർഷങ്ങളായി എനിക്ക് ആത്മബന്ധമുണ്ട്. ആ കുടുംബത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതുപോലെ തന്നെ അട്ടക്കുഴി ചോദിച്ചാൽ നിങ്ങൾ വിളിക്കുന്ന പാസ്റ്റർ, സീനിയർ പാസ്റ്റർ, ആ ദൈവവൃത്തിനെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഈ കുടുംബമായിട്ട് കണക്റ്റായിട്ടുള്ള പല ദൈവദാസന്മാരുമായിട്ട് ബന്ധമുണ്ട്. ഒത്തിരി പറയുന്നില്ല. ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വന്നിട്ട്, എല്ലാവരും ഇല്ലെങ്കിലും ഓൾമോസ്റ്റ് കുറച്ച് പേരൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അവരെല്ലാം വന്ദനം ചെയ്യുന്നു. ഞാൻ വേഗത്തിൽ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഇന്ന് ഇവിടെ നടന്നത് ഒരു വിവാഹ നിശ്ചയമാണ്. എല്ലാവരും സന്തോഷമാണോ? ഹല്ലേലൂയ. ഇപ്പോൾ ശബ്ദം എടുത്ത് ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. സ്വർഗം സന്തോഷിക്കുന്ന ഒരു ശബ്ദമാണ്. നമ്മളും ആ സന്തോഷത്തോടെ നമുക്കും ഏറ്റു പറയാനുള്ള ഒരു ശബ്ദമാണത്. ഇന്ന് ഇവിടെ നടന്നത് ഒരു നിശ്ചയമാണ്, വിവാഹ നിശ്ചയം. നിശ്ചയം എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. ഉറപ്പ്, തീർപ്പ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. എന്താണ് ഉറപ്പ്? ഇന്ന് മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ, വീട്ടുകാരുടെ ഒക്കെ സാന്നിധ്യത്തിൽ 2 മക്കളും ഇവിടെ കടന്നു വന്ന് അവർ ഇനിയുള്ള നാളുകൾ ഒന്നിച്ച് ജീവിക്കാൻ, സുഖദുഃഖങ്ങൾ സന്തോഷങ്ങളൊക്കെ പങ്കുചേർന്ന് ഒരുമിച്ച് പങ്കുവെക്കാമെന്നുള്ളൊരു തീരുമാനത്തിൽ അവരെത്തി. അതൊരുറപ്പാണ്. ദൈവം അനുവദിച്ച നാളെ എന്നൊരു ദിവസമുണ്ടെങ്കിൽ അവരുടെ വിവാഹം നടക്കും. ആമേൻ. അതിനുശേഷം മണവാട്ടിയെ കൂട്ടി മണവാളനായ ജോയലിൻ്റെ വീട്ടിലേക്ക് പോകും. അതിൻ്റെ തീർപ്പാണ്, അതിൻ്റെ ഉറപ്പാണ് ഇന്ന് ഇവിടെ നടന്നത്. ആ വചനം ഇങ്ങനെയാണ്. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 2-3 വാക്കുകൾ. വചനം ഇങ്ങനെയാണ്: ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അടുത്ത വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു.
ഒരു ഭയപ്പാട്, ഒരു നിശ്ചയം പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ഒരു ഭയം പറയുക. എന്താ നിശ്ചയം? ഇന്ന് ഇവിടെ ഒരു നിശ്ചയം നടന്നു അല്ലേ? പ്രൈസ് ഗോഡ്. നമ്മളെല്ലാവരും രണ്ടാമത് ആ വാക്യത്തിൻ്റെ അർത്ഥം എങ്ങനെയാണ്? ഞാൻ നിങ്ങളെ, ഇതൊരു കൂട്ടം ജനത്തെക്കുറിച്ച് പറയുന്നത്. ഏതാണ് ആ കൂട്ടം? യേശു കർത്താവ് അവിടുന്ന് ദൈവമായിരിക്കെ ഈ ലോകത്തിലേക്ക് വന്നു. മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി, ശാപത്തിന് വേണ്ടി താൻ മരണം ഏറ്റെടുത്തു. ആ മരണത്തിൽ വിശ്വസിച്ച് അവിടുത്തെ മക്കളും പ്രിയമക്കളുമായി തൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തെ ബൈബിളിൻ്റെ ഭാഷയിൽ മറ്റൊരു വാക്കുകൂടെ പറയാമല്ലോ, ആ മണവാട്ടി എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ അനുഭവത്തിൽ ഞാൻ പറയട്ടെ, ഈ പശ്ചാത്തലത്തിൽ ഞാൻ പറയട്ടെ, കാത്തിരിക്കുന്ന ഒരു മണവാട്ടി, അത് ദൈവസഭയാണ്. ആ ദൈവസഭയുടെ നിശ്ചയം, ഉറപ്പ് കഴിഞ്ഞു. എന്താ? ഇന്നല്ല നാളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന, ഞങ്ങൾ പ്രത്യാശിക്കുന്ന നമ്മുടെ ആത്മമണവാളനായ കർത്താവ് വരും. ആ കർത്താവ് വരുമ്പോൾ നാം അവിടുത്തെ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. ഇതാണ് ഒരു ക്രിസ്തീയ പ്രത്യാശ. നമുക്കറിയാം, ഈ പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ തന്നെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ കാണുന്നൊരു വാക്കാണ് നിശ്ചയം. പലയിടങ്ങളിലും നിശ്ചയം എന്ന വാക്ക് നമ്മൾ കാണാറുണ്ട്. ഉൽപ്പത്തി 1:1 നമുക്കറിയാം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അടുത്ത വാക്യം എങ്ങനെയാണ് പറയുന്നത്? ഭൂമി പാഴും ശൂന്യമായി. ചോദ്യം ഇതാണ്, ദൈവം സൃഷ്ടിച്ച ഭൂമി പാഴും ശൂന്യമായിരുന്നോ? ഒരിക്കലുമല്ല. ഭൂമി പാഴും ശൂന്യമായി പോയി. എന്താ കാരണം? ആദിമ പ്രപഞ്ചത്തിൽ, ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച മാലാഖമാർ, ദൂതന്മാർ ദൈവത്തിന് വിരോധമായി ചിന്തിച്ചപ്പോൾ, പ്രവർത്തിച്ചപ്പോൾ അവരെ ദൈവം ആ സ്ഥാനത്ത് നീക്കി കളഞ്ഞു. അതിനുശേഷമാണ് ഭൂമി പാഴും ശൂന്യമായി പോയി എന്ന് ചരിത്രം പറയുന്നത്. ബൈബിളും അത് തന്നെ ആണ് പറയുന്നത്. എത്ര വർഷം അങ്ങനെ പാഴും ശൂന്യമായി കിടന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും നൂറ്റാണ്ടുകൾ അങ്ങനെ പാഴും ശൂന്യമായി കിടന്നു. ആ പ്രപഞ്ചത്തിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കാനിടയാകുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം വന്നപ്പോൾ ഇരുൾ വേർപിരിയുവാനിടയായി. അതിനുശേഷം നമ്മൾ കാണുന്നത് 7 ദിവസത്തെ 6 ദിവസത്തെ സൃഷ്ടിയാണ്. 6 ദിവസത്തെ സൃഷ്ടി. 1 തൊട്ട് 6 വരെയുള്ള ദിവസങ്ങളിൽ, 5 വരെയുള്ള ദിവസങ്ങളിൽ ദൈവം സൃഷ്ടിച്ചതിന് ശേഷം അവസാനം പറയുന്നൊരു വാക്കുണ്ട്, സകലതും നല്ലതെന്ന് ദൈവം കണ്ടു. എന്നാൽ 6ാമത്തെ ദിവസം ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനെയാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് അവന് തക്കതായ ഒരു തുണി ഉണ്ടാക്കി കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് അവന് തക്കതായ ഒരു തുണിയും ഉണ്ടാക്കി കൊടുത്തു. കാരണം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് നമ്മൾ അറിയുന്നതിന് മുമ്പ്, നമ്മുടെ മാതാപിതാക്കൾ അറിയുന്നതിന് മുമ്പ് ദൈവം തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തുവെന്നും ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ ദൈവം അവർക്ക് കൊടുത്ത ഒരു കൽപ്പന അല്ലേ, മനോഹരമായ ഒരു പ്രപഞ്ചം. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ആവശ്യമായ എല്ലാം ആ തോട്ടത്തിലുണ്ടായിരുന്നു. വളരെ ലളിതമായി ഞാൻ ഈ സ്റ്റോറി നിങ്ങളോട് പറയട്ടെ. നമുക്കറിയാവുന്ന സ്റ്റോറി. അവരോട് പറഞ്ഞ ഒരു കൊച്ചു കൽപ്പന. ആ കൽപ്പന ഇതാണ്, ഈ തോട്ടത്തിലുള്ള വൃക്ഷത്തിൻ്റെ ഏത് ഫലവും നിങ്ങൾക്ക് തിന്നാം. തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നരുത്. കാരണം തിന്നാൽ നിശ്ചയമായും മരണം സംഭവിക്കും. ആ വാക്ക് നിശ്ചയം എന്ന വാക്ക് അവിടെ പറയുന്നില്ലെങ്കിലും ദൈവം തീർത്തു പറഞ്ഞു, തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. എൻ്റെ കൊച്ചു മനസ്സിൽ, കൊച്ചു ബാല്യപ്രായത്തിലും അല്ല അല്പം കൂടെ പ്രായമായി കഴിഞ്ഞപ്പോഴും എൻ്റെ മനസ്സിലൊരു ചോദ്യമൊക്കെ ഉണ്ടായി. ആ ചോദ്യം ഇങ്ങനെയാണ്, നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിലും അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു കാണും. ദൈവത്തിന് അറിഞ്ഞുകൂടായിരുന്നോ ഈ ആദമും ഹവ്വയും അല്ലെ മനുഷ്യർ ഈ പഴം പറിച്ച് തിന്നുമെന്ന് അറിഞ്ഞുകൂടായിരുന്നോ? അല്ലെങ്കിൽ ഒരു വേലി കെട്ടി വെച്ചാൽ പോരായിരുന്നോ? ഇങ്ങനെയൊക്കെയുള്ള ചിന്ത എൻ്റെ മനസ്സിലൂടെയൊക്കെ കടന്നുപോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് ബൈബിൾ ഉടനീളം പഠിക്കുമ്പോൾ ആ വൃക്ഷം സൃഷ്ടിച്ചതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. വെളിപ്പാടിൽ വളരെ വ്യക്തമായി പറയുന്നു, ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. അത് മനുഷ്യനുള്ളത്, അത് മനുഷ്യന് വേണ്ടി തന്നെയാണ് ദൈവം സൃഷ്ടിച്ചത്. പക്ഷേ അത് തിന്നാൻ ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനോട് പറയുന്നത്, ഈ തോട്ടം നീ സൂക്ഷിക്കണം, ഈ തോട്ടം നീ കാക്കണം. തോട്ടം സൂക്ഷിച്ചില്ലെങ്കിൽ തോട്ടത്തിൽ അപകടകാരി വരും, അല്ലെ കള്ളൻ വരും, നിങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ട് സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളുവാനോ അംഗീകരിക്കുവാനോ അനുസരിക്കുവാനോ അവർ തയ്യാറാകാത്തത് കൊണ്ട് അവർ ദൈവത്തിൽ നിന്ന് പാപം ചെയ്തു, തോട്ടത്തിൽ നിന്ന് പുറത്തുപോയി. നമുക്കറിയാം, തേജസ്സും ബഹുമാനവും എല്ലാം അണിയിച്ച് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ തേജസ് പോയപ്പോൾ നാം കാണുന്നുണ്ട് അവർ തോട്ടത്തിൽ നിന്ന് പുറത്തായി. റോമാലേഖനം 8:13 ആ വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും നിശ്ചയം. അറിയാവുന്ന ഒരു വാക്കൊന്ന് പറയാമോ? നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും നിശ്ചയം. എന്നാൽ ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അതെ, ഒരു പഴം പറിച്ച് തിന്നതിന്റെ പേരിൽ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തുപോയി എന്ന് ചിന്തിച്ചൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ഞാനൊന്നും ഓർപ്പിച്ചതുപോലെ ഞാനും നമ്മളും എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നവരാണ്, അല്ലേ? നമ്മൾ തീ ഉപയോഗിക്കുന്നവരാണ്, അരിവാൾ ഉപയോഗിക്കുന്നവരാണ്, വാക്കത്തി ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ അത് ഉപയോഗിക്കാൻ പ്രായമായ കുഞ്ഞുങ്ങളെ മാത്രമേ, അല്ലെങ്കിൽ ആ വ്യക്തിയെ മാത്രമേ അത് ഉപയോഗിക്കാൻ നമ്മൾ അനുവദിക്കത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ അവരതിന് ഭാഗമായി എന്ന് കണ്ടാൽ, ജയം പ്രാപിച്ചു എന്ന് കണ്ടാൽ, ജയിക്കാൻ അവർ തയ്യാറാണെങ്കിൽ അവരുടെ അവകാശമാണ് ആ ഫലം. റോമാലേഖനത്തിൽ ഞാൻ ഓർപ്പിച്ചല്ലോ, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും നിശ്ചയം. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു. എന്തിനാ വന്നെന്ന് നമുക്കറിയാം. മനുഷ്യൻ ചെയ്ത പാപത്തിൻ്റെ ശമ്പളമായ നിത്യമായ മരണത്തിൽ നിന്ന്, നിത്യമായ ശാപത്തിൽ നിന്ന് മനുകുലത്തെ, മനുഷ്യജാതിയെ രക്ഷിക്കുവാൻ ദൈവമായിരിക്കെ അവിടുന്ന് സകല മഹത്വവും വേണ്ടെന്ന് വെച്ച് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. നമ്മിലൊരുവനായി അവിടുന്ന് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു. അവിടുത്തെ അവിടുത്തെ വാക്കുകൾ ശ്രദ്ധേയമായ വാക്കുകളാണ്. അവിടുന്ന് വിളിച്ചു പറഞ്ഞ വാക്യം ഇങ്ങനെയാണ്: ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ മരിച്ചാലും ജീവിക്കും. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദിയുണ്ട്. അത് ഇന്ന് രാത്രി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നല്ലവരായ ദേശനിവാസികളെ, ക്ഷണിക്കപ്പെട്ട് കടന്നു വന്നിരിക്കുന്ന 2 ഭവനത്തിലെ കുടുംബാംഗങ്ങളെ ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ച് പറയട്ടെ: ഒരു പഴം പറിച്ച് തിന്നതിൻ്റെ പേരിൽ തോട്ടത്തിൽ നിന്ന് പുറത്തായെങ്കിൽ ഇതാ ഒരു വൃക്ഷം, ജീവവൃക്ഷം, ആമേൻ, ജീവൻ കൊടുക്കുന്ന അപ്പം. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതെ, ഈ വിരുന്ന് വീട്ടിലിരിക്കുമ്പോൾ ആ കർത്താവിൻ്റെ അടുക്കലേക്കൊന്ന് അടുത്തു വരാൻ തയ്യാറുണ്ടെങ്കിൽ, യേശുവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ ജനനം കൊണ്ടും കർമ്മം കൊണ്ടും ചിന്ത കൊണ്ടും ജീവിതം കൊണ്ടും ഒക്കെ പാപങ്ങൾ ഒത്തിരി വന്നിട്ടുണ്ട്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പക്ഷേ ആ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവപുത്രൻ ഈ ലോകത്തിൽ വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് എൻ്റെ ഉള്ളത്തിലേക്കൊന്ന് വരണമേ എന്ന് പറയാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളത്തിലേക്കും ഈ ജീവന്റെ അപ്പമായ കർത്താവ് കടന്നു വരും. ഇന്നലകളിൽ ഈ അനുഭവം അനുഭവിച്ചിട്ടുള്ള ഒത്തിരി പേര് ഇവിടെ ഇരിപ്പുണ്ട്. ആ അനുഭവം എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നവർ അവർ തങ്ങളുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ. യെസ്, ഞാനത് പറഞ്ഞപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു നല്ലൊരു പങ്കാളുകളുടെയും കരം ഉയർന്നു. കാരണം അവരെന്നും ഈ ജീവന്റെ അപ്പമായ കർത്താവിൻ്റെ വചനത്തെ വിശ്വാസത്തോടെ സ്വീകരിക്കുവാനും ഭക്ഷിക്കുവാനും ആ കർത്താവിന് വേണ്ടി ഒരുങ്ങി ജീവിക്കുവാനും കഴിയുന്നു. പ്രൈസ് ഗോഡ്. 1-2 കാര്യങ്ങളുടെ വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകട്ടെ. പ്രൈസ് ഗോഡ്. നാം ചിന്തിച്ചു വന്ന വാക്യം വചനം നിശ്ചയം എന്നുള്ളതാണ്. പ്രൈസ് ഗോഡ്. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഉടനീളം ആ വാക്ക് ആവർത്തിച്ചു വരുന്നുണ്ടല്ലോ. ഞാൻ ഹിമയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് നന്നായി അറിയാവുന്ന ഒരു മകളാണ്. ഞങ്ങളുടെ പാസ്റ്ററിനെ ഓർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പാസ്റ്ററിൻ്റെ പ്രത്യേകത, ഞങ്ങളുടെ ചർച്ചിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും വളരെ ആക്റ്റീവായിട്ട് അവരെ മെൻറ്റർ ചെയ്യുവാൻ, അവരെ ബോൾഡ് ചെയ്യുവാൻ, അവരെ കരുതുവാൻ ഞങ്ങളുടെ പാസ്റ്ററിന് ദൈവം കൃപ കൊടുത്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. തനിക്ക് കൊടുത്ത മക്കളും അതുപോലെ തന്നെ. മാത്രമല്ല, ഞങ്ങളോടൊക്കെ ചോദിക്കുമ്പോൾ പറയും, കുഞ്ഞുങ്ങളുടെ കാര്യം പ്രത്യേകം ചോദിക്കും. അവരേതിലാണ് പഠിക്കുന്നത്, എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്, എന്താണ്. അങ്ങനെ കുഞ്ഞുങ്ങളെ നന്നായി കെയർ ചെയ്യുവാൻ ദൈവം തൻ്റെ മകന് കൊടുത്തിരിക്കുന്ന ആ നല്ല കാഴ്ചപ്പാടുകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഞാൻ ഓടിപ്പോകട്ടെ. ഒരിക്കൽ പൗലോസ് ഇങ്ങനെ പറയുകയാണ്: എൻ്റെ മകനായ തിമോത്തിയോസ് ക്രിസ്തുവിൻ നിജപുത്രനാണ്. ആരാണ്? തിമോത്തിയോസ്. ആ തിമോത്തിയോസിനെ കുറിച്ച് പറയുകയാണ്: നീ ബാല്യം മുതൽ അറിഞ്ഞും പഠിച്ചും നിശ്ചയവും പ്രാപിച്ചതിൽ നിലനിൽക്കണം അല്ലേ? പ്രൈസ് ഗോഡ്. തിമോത്തിയോസിനെ കുറിച്ച് പൗലോസിന് നല്ല നിശ്ചയം ഉണ്ടായിരുന്നു.
ഉറപ്പുണ്ടായിരുന്നു. എന്താണ് ഉറപ്പ്? ബാല്യം മുതൽ തന്നെ ആമേൻ ദൈവത്തിൻ്റെ വചനത്തെ, നിത്യജീവൻ്റെ മൊഴികളെ നന്നായി സ്വീകരിച്ച് അതിനെ അനുസരിച്ച് ജീവിക്കുന്ന നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു തീമോഥെയോസ്. തീമോഥെയോസിന് മാത്രമല്ല, പൗലോസ് പറയുകയാണ്, അത് ഞാൻ നിന്റെ അമ്മയിൽ കണ്ടിട്ടുണ്ട് അല്ലേ. അമ്മയിൽ മാത്രമല്ല, നിന്റെ വല്യമ്മയിലും ഈ വിശ്വാസവും തീഷ്ണതയും പ്രത്യാശയും കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പ്രിയ ഹിമയെക്കുറിച്ചും അത് തന്നെ ഞങ്ങൾക്ക് പറയാനുണ്ട്. അവളുടെ ബാല്യപ്രായം തൊട്ടേ, ചെറിയ പ്രായം തൊട്ടേ കർത്താവിൻ്റെ വചനം അറിയുകയും കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുകയും ചെയ്തു. ജോയിലും അങ്ങനെ തന്നെയാണ് ഞാൻ കേട്ടേക്കുന്നത്. പ്രൈസ് ഗോഡ്. അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തെ ഓർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സന്തോഷമാണോ നമ്മുടെ കുഞ്ഞുങ്ങളെ കാണുന്നത്? നമ്മുടെ കരങ്ങളെ അടിച്ച് ഒന്ന് അഭിനന്ദിച്ച് പ്രൈസ് ഗോഡ് നന്നായി ഒരു കൈയ്യടി കൊടുത്താട്ട് പ്രൈസ് ഗോഡ്. കാരണം ഇങ്ങനൊരു പുൾപിറ്റിൽ ഈ തലമുറയിൽ ഇങ്ങനെ വന്നിരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. ഞങ്ങളിപ്പോൾ വേല ചെയ്യുന്നത് എറണാകുളം പട്ടണത്തിനടുത്താണ്. പലപ്പോഴും പല മാതാപിതാക്കൾക്കും ഇങ്ങനൊരു സൗകര്യം, ഇങ്ങനൊരു അനുഭവം കിട്ടാറില്ല. എന്നാൽ നിങ്ങളുടെ മാതാപിതാക്കളെ ഓർത്തും നിങ്ങളെ ഓർത്തും ഞാൻ അഭിമാനിക്കുന്നു. തീമോഥെയോസിനോട് പറഞ്ഞതുപോലെ ബാല്യം മുതൽ അറിഞ്ഞതിൽ പഠിച്ചതിൽ നിശ്ചയമുള്ളവരായി ഉറപ്പുള്ളവരായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ നിശ്ചയം മാത്രമല്ല, നമ്മൾ ഓർക്കണം, നമ്മുടെ ആത്മമണവാളനായ കർത്താവുമായിട്ട് ഒരു നിശ്ചയത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇന്നല്ല നാളെ കർത്താവ് വരും. ആ കർത്താവ് വരുമ്പോൾ അവനോടൊപ്പം അവൻ്റെ മണവാട്ടിയായി, അവൻ്റെ കാന്തയായി നമ്മൾ പോകേണ്ടവരാണ്. പൗലോസ് തന്നെ ഫിലോമോനോട് പറയുന്ന ഒരു വാക്കൂടെ കോർത്ത് ഞാൻ പറയട്ടെ. ആ വാക്യം ഇങ്ങനെയാണ്: നിന്റെ അനുസരണത്തെക്കുറിച്ച് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. എന്താ കാരണം? താൻ പറയുകയാണ്, ഞാൻ പറയുന്നതൊക്കെയും നീ ചെയ്യും, പറയുന്നതിലും അധികം നീ ചെയ്യും. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്കാണത് അല്ലേ. നിന്നെക്കുറിച്ച് എനിക്കറിയാം അല്ലേ. നീ ഞാൻ പറയുന്നത് ചെയ്യുമെന്ന് എനിക്കറിയാം. നീ ഞാൻ പറയുന്നതിലും അധികം ചെയ്യുമെന്നും എനിക്ക് അറിയാം. അധിക പ്രസംഗമാണോ? അല്ല, പ്രവൃത്തിയാണ് അല്ലേ. ചെയ്യാം. യേശു കർത്താവ് അത് തന്നെയല്ലേ പറഞ്ഞേ, നിങ്ങളുടെ കൂടെ ഒരു വഴി വരാനായിട്ട് 1 കിലോമീറ്റർ വരണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ 2 കിലോമീറ്ററോടെങ്കിലേ അവൻ്റെ കൂടെ പോകണം അല്ലേ. അപ്പം അങ്ങനെ ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു ആരാ? ഫിലോമോൻ. താൻ പൗലോസ് മൊത്ത തടവിലായിരിക്കുമ്പോൾ ഒനേസിമോസിനെ കുറിച്ച് നമുക്കറിയാം അല്ലേ. ആമേൻ. ഫിലോമോൻ്റെ വീട്ടിൽ നിന്ന് സാധനങ്ങൾ നഷ്ടപ്പെടുത്തിയതിന് ശേഷം തടവിലായിരിക്കുന്ന സമയത്ത് ഒരു എഴുത്തെഴുതി കൊടുത്തു വിടുകയാണ്. നീ ഇത്രയും നാളും ഇവൻ നിൻ്റെ ദാസനായിരുന്നു, ഇനിയും നിൻ്റെ ഒരു കൂട്ടു സഹോദരനെ പോലെ ഇവനെ കരുതണം. അതേ പ്രിയപ്പെട്ടവരെ, ഇന്നലകളിൽ നമ്മൾ അന്യരായിരുന്നു. ഇന്നലകളിൽ നമ്മൾ ദൈവമില്ലാത്തവരായിരുന്നു. ദൈവത്തിന് വിരോധമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവരായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിച്ചു, നമ്മളെ മക്കളും പ്രിയമക്കളുമായി തീർത്തു. ആ ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലിയതാണ്. അത് ഹൃദയത്തിൽ തിരിച്ചറിയുന്നവർ ഒരിക്കൽ കൂടെ നമ്മുടെ കരം ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഫിലോമോനോട് പറയുന്നു, നിന്റെ അനുസരണത്തെക്കുറിച്ച് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. അതെ, ഞങ്ങൾക്കും അങ്ങനെ തന്നെ പറയാം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും പറയണം, അവനെക്കുറിച്ചും അവളെക്കുറിച്ചും എനിക്കറിയാം. ആമേൻ. അവളുടെ വിശ്വാസം ഞാൻ അവൻ്റെ അമ്മയെ കണ്ടിട്ടുണ്ട്. ഈ മാതാപിതാക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഞാൻ ആദ്യം കാണുക എങ്കിലും ദൈവാശ്രയത്തോടെ ദൈവഭക്തിയോടെ ആമേൻ അവർ ഇരിക്കുമ്പോൾ അവരെക്കുറിച്ചും ആ കുടുംബത്തെക്കുറിച്ചും ഒക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഞാൻ സഡൻ ബ്രേക്ക് ഇടുക വേഗത്തിൽ. പ്രൈസ് ഗോഡ്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് പറയാൻ ഒരു കാര്യമുണ്ട്. പ്രൈസ് ഗോഡ്. ആ വാക്യം എങ്ങനെയാണ്? ദർശനത്തിന് ഒരു അവധി. എന്താ ദർശനം? ഇപ്പോൾ അവരോട് ചോദിക്കുക, സ്വപ്നം എന്താണെന്ന് ചോദിച്ചാൽ, നാളെ കല്യാണം കഴിഞ്ഞ ശേഷം അടുത്ത കാര്യങ്ങളൊക്കെ അവർ സ്വപ്നം കാണുമായിരിക്കും. നമ്മളൊക്കെ അങ്ങനെ കണ്ടവരാണ് അല്ലേ. എന്ന് പറഞ്ഞതുപോലെ നമുക്കൊരു ദർശനമുണ്ട്. എന്താ നമ്മുടെ ദർശനം? ഈ കാണുന്ന ലോകത്തിലുള്ളതല്ല. ഈ ലോകവും അതിൻ്റെ മോഹമെല്ലാം ഒഴിഞ്ഞു പോകും. എന്നാൽ ഒഴിഞ്ഞു പോകാത്ത, നശിച്ചു പോകാത്ത, ഇളകാത്ത ഒരു രാജ്യം സ്ഥാപിക്കുന്നു. ആ രാജ്യം സ്ഥാപിക്കുമ്പോൾ ആ ദർശനത്തോടെ മുന്നേറാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാ പ്രവാചകൻ ഇപ്രകാരം പറയുന്നു, ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വരും നിശ്ചയം. ചേർന്ന് പറയാമോ? അത് വരും നിശ്ചയം. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഞാൻ പ്രതീക്ഷിക്കുന്ന എൻ്റെ ആത്മമണവാളൻ
എന്നെ ചേർക്കാൻ, നമ്മെ ചേർക്കാൻ അധികം വിദൂരമല്ലാത്ത ദിവസത്തിൽ അവൻ കടന്നു വരും. ആ വരവിന് വേണ്ടി ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉറപ്പുള്ളവർ ഒരിക്കൽ കൂടെ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കും. അതെ പ്രിയപ്പെട്ടവരെ, ഈ ഉറപ്പില്ലാത്തവരുണ്ടെങ്കിൽ ഇന്നല്ല നാളെ മരണം വരാം. അത് നിശ്ചയമാണ്. സമയം നിശ്ചയമല്ലെന്നേ ഉള്ളൂ, മരണം നിശ്ചയമാണ്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ആ ജീവിതം നൽകുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിലുള്ളവർക്ക് നിത്യജീവനുണ്ട്. അത് ഞങ്ങൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ഈ ഉറപ്പില്ലാത്ത ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഈ ശബ്ദത്തിന് മുമ്പാകെ നിങ്ങൾ ഹൃദയം കൊണ്ടൊന്ന് പ്രാർത്ഥിക്കുമോ? യേശുവേ, എൻ്റെ ഉള്ളത്തിലേക്ക് വരണമേ. അങ്ങ് എൻ്റെ കർത്താവാണ്, അങ്ങ് എൻ്റെ രക്ഷകനാണ്, അങ്ങ് എനിക്ക് പകരം മരിച്ചു, ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പാപം ക്ഷമിക്കണമേ. ഒരൊറ്റ വാക്ക് പറയാൻ തയ്യാറാണെങ്കിൽ കർത്താവ് ആ ക്രൂശിൽ കിടക്കുന്ന കണ്ണനെ നോക്കിയിട്ട് പറഞ്ഞതുപോലെ നീ ഇന്ന് എന്നോടുകൂടെ പരദീസയിലിരിക്കും. അതെ, ഇന്നല്ല നാളെ മരണം നമ്മെ മാടി വിളിക്കുമ്പോൾ അല്ല, കർത്താവിൻ്റെ വരവ് വരുമ്പോൾ ആ കർത്താവിനോടുകൂടി എടുക്കപ്പെടാൻ കർത്താവ് നമ്മളെ സഹായിക്കും. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധി സമർപ്പിക്കാം. ഒരു നിമിഷം ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നോട് ചേർന്ന് തലകൾ വണക്കി ആമേൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് ആമേൻ ദൈവത്തിന് മഹത്വം കൊടുത്ത് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രി ഈ വിരുന്ന് വീട്ടിൽ കർത്താവിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ ഭാവി ജീവിതത്തിനായി സ്തോത്രം. അവരുടെ ജനനം മുതൽ ഇന്ന് വരെ ദൈവം അവരെ നടത്തി. അവർക്ക് വേണ്ട എല്ലാ നന്മകളും അങ്ങ് കൊടുത്തു. അങ്ങനെ വിശ്വസ്തതകൾക്കായി തക്ക സമയമായപ്പോൾ ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ എല്ലാ മുഖാന്തരങ്ങളും അങ്ങ് ഒരുക്കിയത് ഓർത്ത് സ്തോത്രം. ദൈവം അനുവദിക്കുന്ന ദിവസം കർത്താവെ ഏറ്റവും മംഗളകരമായി അവരുടെ വിവാഹം നടക്കുന്നത് പോലെ ഞങ്ങളും പ്രതീക്ഷിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഇന്നല്ല നാളെ ഞങ്ങൾ കർത്താവ് വരും. ഓരോ ദിവസവും അവിടുത്തെ വരവിന് വേണ്ടി ഒരുങ്ങി നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസിയെ എന്നുള്ള വിളി കേൾക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളെ സമർപ്പിക്കും. ആർക്കെങ്കിലും ഈ ഉറപ്പില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അവരെയും അവിടുത്തെ വചനത്തിന് മുമ്പാകെ സമർപ്പിച്ച് അങ്ങനെ ഒരു ജീവിതത്തിലേക്കും അവരും പ്രവേശിക്കുവാനിടയാകണമേ. അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കൈക്കൊണ്ടതിന് നന്ദി. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിച്ചത് ദൈവം നീ കേൾക്കണമേ. സ്വർഗ്ഗീയ നല്ല പിതാവേ, ആമേൻ. നമ്മുടെ കാര്യം ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം. എനിക്ക് ഈ സമയം അനുവദിച്ചെന്ന പ്രിയപ്പെട്ട ദൈവഭൃത്യന്മാരോട് വളരെ ആദരവോടെ എൻ്റെ സ്നേഹവും നന്ദിയും പങ്കുവയ്ക്കുന്നു. താങ്ക് യു. ഈ കല്യാണ ഉറപ്പിൽ